ഹൈന്ദവ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസത്തെ കർക്കിടക വാവുബലി. 3 തലമുറകളിലെ പരേതർക്ക് വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധകർമ്മമാണ് കർക്കിടക വാവുബലി. ഈ വർഷത്തെ കർക്കിടക വാവുബലി ജൂലൈ 24-നാണ്. പൂർവികരെ സ്മരിച്ച് അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുക എന്നതാണ് ബലിതർപ്പണത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം. പൂർവികർക്ക് ശ്രാദ്ധം ചെയ്യുന്നതിന് മുൻപ് വ്രതം അനുഷ്ഠിക്കുന്നു. ബലിയുടെ തലേ ദിവസം ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കും. ഒരിക്കൽ വ്രതം എടുക്കുന്നവർ ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാവൂ. പൂർവികരെ സ്മരിച്ച് പ്രാർത്ഥിച്ച് ബലിച്ചോറും തീർത്ഥവും തർപ്പണം നടത്തി അവരുടെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നതാണ് വാവുബലി. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമാണ് വാവുബലി ആചരിക്കുന്നത്. കർക്കിടക വാവുബലി ദിനത്തിൽ ബലിതർപ്പണം നടത്തിയാൽ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞു പോയ പൂർവികരായ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നതാണ് വിശ്വാസം. കേരളത്തിലെ വിവിധ ക്ഷേത്രക്കടവുകളിലും സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ഭവനങ്ങളിലും ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി എത്തുന്നത്. മരിച്ചുപോയവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിനായാണ് ബലിതർപ്പണം നടത്തുന്നത്. മരിച്ചുപോയ പൂർവികർ വരുമെന്നും ബലി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. എല്ലാ മാസവും ബലിതർപ്പണം നടത്താമെങ്കിലും കർക്കിടക മാസത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കൂടുതൽ പുണ്യം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കർക്കിടക മാസം പുണ്യമാസമായാണ് കണക്കാക്കുന്നത്. പിതൃക്കളുമായി രക്തബന്ധമുള്ളവർക്ക് കർക്കിടക വാവുബലി അർപ്പിക്കാവുന്നതാണ്. എന്നാൽ അച്ഛനോ അമ്മയോ 2 പേരുമോ മരിച്ചുപോയവരാണ് സാധാരണയായി ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. വ്രതം അനുഷ്ഠിച്ച് മനസ്സും ശരീരവും ശുദ്ധീകരിച്ചാണ് ബലിതർപ്പണത്തിന് ഒരുങ്ങുന്നത്. മത്സ്യം, മാംസം, മദ്യം, പഴകിയ ഭക്ഷണം എന്നിവ വ്രതാനുഷ്ഠാന സമയത്ത് കഴിക്കാൻ പാടില്ല. 48 മണിക്കൂർ വ്രതം അനുഷ്ഠിക്കണം. തർപ്പണം ചെയ്തു തുടങ്ങിയാൽ തർപ്പണം കഴിയുന്നതുവരെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പാടില്ല. പിതാവ് മരിച്ചാൽ പണ്ടുകാലങ്ങളിൽ പുരുഷന്മാർ മാത്രമേ ബലിതർപ്പണ ചടങ്ങുകൾ ചെയ്തിരുന്നുള്ളൂ. പുത്രന്മാരിലൂടെയാണ് പിതാവിന് മോക്ഷപ്രാപ്തി ലഭിക്കുകയെന്നായിരുന്നു വിശ്വാസം. ഇന്ന് സ്ത്രീകളും പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾ ആർത്തവ ദിനങ്ങളിൽ ബലിതർപ്പണം നടത്താൻ പാടില്ല. വിളക്ക്, കിണ്ടിയിലെ വെള്ളം, എള്ള്, അരി, പുഷ്പം, കർപ്പൂരം, ചന്ദനത്തിരി, വാഴയില, ദർഭപ്പുല്ല് എന്നിവയാണ് പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ബ്രാഹ്മണർ ബലിതർപ്പണത്തിന് അരി ഉപയോഗിക്കാറില്ല. തലേ ദിവസം വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടെയാണ് ബലിയിടേണ്ടത്. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തേണ്ടത്. പിതൃക്കൾക്ക് ബലിയിടുന്നവർ നിർബന്ധമായും വ്രതം എടുക്കണം. വ്രതം തെറ്റിച്ചാൽ പിതൃക്കൾ ബലി സ്വീകരിക്കില്ലെന്നും അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ലെന്നുമാണ് വിശ്വാസം. ബലിതർപ്പണം കഴിഞ്ഞാൽ പിതൃക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി വിളമ്പും. വിളക്ക് കത്തിച്ച് ഇലയിട്ട് ആദ്യം പിതൃക്കൾക്ക് സദ്യ നൽകും. അതിനുശേഷമേ വീട്ടുകാർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും നദീതീരങ്ങളിലും കർക്കിടക വാവുബലിക്കുള്ള സൗകര്യം ഒരുക്കാറുണ്ട്. തിരുവനന്തപുരത്ത് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം എന്നിവയാണ് വാവുബലിക്കുള്ള പ്രധാന ക്ഷേത്രങ്ങൾ. കോട്ടയം വെന്നിമല ശ്രീരാമക്ഷേത്രം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം, ആലുവ മണപ്പുറം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി, കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം, തൃക്കുന്നപ്പുഴ, തിരുവില്വാമല, ആറന്മുള, കൊല്ലം തിരുമൂലവരം എന്നിവയാണ് കേരളത്തിലെ മറ്റ് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ.